കാസർഗോഡ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ മയക്കുമരുന്നുമായി പിടിയിലായതിൽ കൊച്ചിയിൽ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. കാസർഗോഡ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ MDMA-യുമായി പിടിയിലായതിന് പിന്നാലാണ് മുഖ്യമന്ത്രിയും അദ്ദേഹവും ഒപ്പവുമുള്ള ഈ പ്രതിയും ഒപ്പവുമുള്ള ചിത്രങ്ങളടക്കിയ ബാനർ ഉയർത്തിപ്പിച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐ ഇപ്പോൾ കൊച്ചിയിൽ പ്രതിഷേധം നടത്തുന്നത്. MDMA കേസിലെ യൂത്ത് കോൺഗ്രസുകാരുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധം ഡിവൈഎഫ്ഐയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. ലഹരി മാഫിയയ്ക്ക് മുഖ്യമന്ത്രിയുമായുള്ള ബന്ധം എന്ത് എന്നെഴുതിയ ബാനർ ഉയർത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രിയും ഈ MDMA കേസിൽ അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെയും ഫോട്ടോ ഒന്നിച്ചുള്ള ചിത്രം പങ്കുവെച്ച ബാനർ ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം ഉണ്ടാകുന്നത്. അർജുൻ മട്ടന്നൂർ വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, ഹുസൈന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ, അതിൽ വലിയ പ്രതിഷേധം ഉണ്ടാകുകയാണ്. ഡിവൈഎഫ്ഐയുടെ ഭാഗത്തുനിന്ന് എങ്ങോട്ടാണ് പ്രതിഷേധം? മാധവ്, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്നറിയപ്പെടുന്ന മുഹമ്മദ് ഹുസൈൻ അടക്കമുള്ള പ്രതികൾ ലഹരിയുമായി പിടിയിലായ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം നടക്കുന്നത്. കൊച്ചിയിൽ ഹൈക്കോടതി ജംഗ്ഷൻ മുതൽ മേനക വരെയാണ് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ പ്രകടനം നടക്കാൻ പോകുന്നത്. എന്തായാലും ഇതിൽ പ്രധാനമായും പറയുന്നത് ഇത് മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പങ്കടക്കം അന്വേഷിക്കണം, സമഗ്ര അന്വേഷണം വേണം എന്നതാണ് പ്രധാനപ്പെട്ട ആവശ്യം. ലഹരി മാഫിയയ്ക്ക് മുഖ്യമന്ത്രിയുമായുള്ള ബന്ധമെന്ത് എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ പരിപാടി സംഘടിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ഉൾപ്പെടെ 3 യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് സമഗ്ര അന്വേഷണം വേണം എന്നതാണ് പ്രധാനപ്പെട്ട ആവശ്യം. നേരത്തെ മുതൽ തന്നെ യൂത്ത് കോൺഗ്രസ് നേതാവാണ് എന്ന് നേരത്തെ മുതൽ വന്നപ്പോൾ ആദ്യഘട്ടത്തിൽ നേതാക്കളൊക്കെ തന്നെ അത് നിഷേധിച്ചിരുന്നു. അത്തരത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ യാതൊരു ഭാരവാഹിയുമല്ല ഇവർ എന്നതായിരുന്നു ഒരു പ്രധാനപ്പെട്ട വിശദീകരണം. പക്ഷേ അതിന് തൊട്ടു പിന്നാലെ തന്നെ ഹുസൈനെ അടക്കം യൂത്ത് കോൺഗ്രസിന്റെ യൂണിറ്റ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കി എന്ന വാർത്താക്കുറിപ്പും പുറത്തു വന്നു. അത്തരത്തിൽ മലക്കം മറിയുന്ന നിലപാടാണ് യൂത്ത് കോൺഗ്രസിന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടായത്. എന്തായാലും മുഖ്യമന്ത്രിക്കൊപ്പം കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിലുടനീളം സഞ്ചരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ കൂടിയാണ് ഹുസൈൻ. മാത്രമല്ല കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഭാരവാഹി കൂടിയാണ്. അത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി നേരത്തെ പ്രതിപക്ഷ നേതാവായിരിക്കെ അദ്ദേഹത്തിന്റെ ഓഫീസുമായൊക്കെ തന്നെ ബന്ധമുണ്ടായിരുന്ന ആളാണ്. സ്വാഭാവികമായും 139.29 ഗ്രാം MDMA-യുമായിട്ടാണ് ഇയാളടക്കം 3 പേരെ കാസർഗോഡ് ചന്ദേര പോലീസ് പിടികൂടിയത്. വിൽപ്പനയ്ക്ക് വേണ്ടി കൊണ്ടുപോവുകയായിരുന്നു. അത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററായ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിയായ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു നേതാവടക്കം 3 പേർ ഇത്തരത്തിൽ വിൽപ്പനക്കായി MDMA-യുമായി പോകുന്നതിനിടെ പിടിയിലായ സംഭവം അത് ഗുരുതരമായ വിഷയമാണ് എന്ന് CPM-ഉം അതോടൊപ്പം തന്നെ ഡിവൈഎഫ്ഐയും ആരോപിക്കുന്നുണ്ടായിരുന്നു. മാത്രവുമല്ല ഇത്തരത്തിൽ ഈ വിഷയത്തിൽ സമഗ്ര അന്വേഷണം വേണം. കൂടുതൽ പേർക്ക് പങ്കുണ്ടോ, മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്ന പദവിയുടെ മറവിൽ ലഹരിക്കടത്ത് നടന്നിട്ടുണ്ടോ, ലഹരി വിൽപ്പന നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കണം എന്നതും ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ്. എന്തായാലും പ്രതിഷേധം ശക്തമാക്കാനാണ് ഡിവൈഎഫ്ഐയുടെ തീരുമാനം. അതിന്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ ജില്ല കൂടിയായ എറണാകുളത്ത് ഇപ്പോൾ പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ ഹൈക്കോടതി ജംഗ്ഷൻ മുതൽ മേനക വരെയാണ് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത്. ജില്ലാ നേതാക്കളടക്കം പങ്കെടുക്കുന്നുമുണ്ട്. സംസ്ഥാന വ്യാപകമായി തന്നെ ഈ വിഷയം പ്രധാനപ്പെട്ട പ്രചരണ വിഷയമാക്കാനും പ്രതിഷേധമുയർത്താനുമാണ് ഡിവൈഎഫ്ഐയുടെയും CPM-ന്റെയും തീരുമാനം. എന്തായാലും മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ചിത്രങ്ങളടക്കം ഉയർത്തി കാണിച്ചുകൊണ്ടാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രിക്കൊപ്പം നിരവധി തവണ നിരവധി ഇടങ്ങളിൽ ഈ ഹുസൈൻ സഞ്ചരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ വസതിയിൽ, മുഖ്യമന്ത്രിയുടെ ഓഫീസിലടക്കം എത്തിയിട്ടുണ്ട്. ഈ ഹുസൈന്റെയും സലാമിന്റെയും വീട്ടിൽ നേരത്തെ പ്രതിപക്ഷ നേതാവായിരിക്കെ VD സതീശൻ സന്ദർശിച്ചിട്ടുണ്ട്. അത്തരത്തിൽ VD സതീശനുമായി അടുത്ത ബന്ധം ഇവർക്കുണ്ട് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ആക്ഷേപമായി ഉയരുകയും ചെയ്തത്. ഈ പശ്ചാത്തലത്തിലാണ് ഈ 3 പ്രതികൾ എന്നതിനപ്പുറത്തേക്ക് കൂടുതൽ പേർക്ക് പങ്കുണ്ടോ, മുൻപും ലഹരി കടത്തിയിട്ടുണ്ടോ, ഈ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്ന പദവിയുടെ മറവിൽ ലഹരി വിൽപ്പന നടത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കണം എന്നൊരാവശ്യം ഉയരുന്നത്. പ്രധാനമായും CPM-ഉം ഡിവൈഎഫ്ഐയും അടക്കം പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കൊച്ചിയിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത്. ഡിവൈഎഫ്ഐ-ആണ് സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ മാർച്ച് കൊച്ചി മേനക ജംഗ്ഷനിലേക്ക് എത്തും. അവിടെ സമാപന പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്യും.
അർജുൻ, ഈ വിഷയത്തിൽ ഇതുവരെ ഔദ്യോഗികമായി യാതൊരു മറുപടിയും കിട്ടിയിട്ടില്ല എന്നത് കൂടിയാണ്. ഇപ്പോ ഇദ്ദേഹം യൂത്ത് കോൺഗ്രസിന് ഏതെങ്കിലും ഔദ്യോഗിക ഭാരവാഹിയല്ല എന്നത് മാത്രമാണ് മന്ത്രി ഒ ജെ ജനീഷ് പറഞ്ഞത്. പിന്നീട് അദ്ദേഹം ആ പരാമർശത്തിൽ നേരിയ ഇളവ് വരുത്തുകയും ചെയ്തു. പക്ഷെ അപ്പോഴും അദ്ദേഹത്തിന് എന്താണ് മുഖ്യമന്ത്രിയുമായുള്ള ബന്ധം, എന്താണ് പി കെ കുഞ്ഞാലിക്കുട്ടിയുമായുള്ള ബന്ധം തുടങ്ങിയ കാര്യങ്ങളിൽ യാതൊരു വിശദീകരണവുമില്ല. ഭാരവാഹിയാണോ അല്ലയോ എന്നത് മാത്രമല്ലല്ലോ പ്രശ്നം. അത് തന്നെയാണ് മാധു. ആദ്യഘട്ടം മുതൽ തന്നെ ഇയാൾ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിയാണ് എന്ന കാര്യം വ്യക്തമായിരുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ നേതാക്കൾ അത് നിഷേധിക്കുകയായിരുന്നു. ഏതെങ്കിലും ഒരു പ്രവർത്തകനായിരിക്കാം, അത്തരത്തിലൊരു ഭാരവാഹിയുമല്ല എന്നതായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അടക്കം പറയുകയും ചെയ്തത്, പരസ്യമായി മാധ്യമങ്ങളോട് പറയുകയും ചെയ്തത്. പക്ഷേ ഇതേ കേസിന്റെ പേരിൽ, ഇതേ കേസിന് പിന്നാലെയാണ് ഈ ഹുസൈനെ അടക്കം പുറത്താക്കുകയും ചെയ്തത്. യൂണിറ്റ് പ്രസിഡന്റ് സ്ഥാനത്ത് വെങ്ങോല പഞ്ചായത്തിലെ 142 നമ്പർ ബൂത്തിലെ ബൂത്ത് പ്രസിഡന്റാണ്, അവിടെ യൂണിറ്റ് പ്രസിഡന്റാണ്, മണ്ഡലം കമ്മിറ്റിയിലടക്കം ഉൾപ്പെട്ട ആളാണ്. അതിനും അപ്പുറത്തേക്ക് ഏറ്റവും ഗുരുതരമായ കാര്യം, കഴിഞ്ഞ 2-3 വർഷമായിട്ടെങ്കിലും വി ഡി സതീശിന്റെ ഓഫീസുമായി അടുത്ത് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്ന് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളാണ്. വി ഡി സതീശിന്റെ വീട്ടിൽ, അത്തരത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ വീടുകളിൽ ഒരു സാധാരണ കോൺഗ്രസ്സുകാരന് അദ്ദേഹത്തിന്റെ പേഴ്സണൽ സമയങ്ങളിലടക്കം അത്തരത്തിൽ എത്തിച്ചേരാൻ കഴിയില്ല എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ അവിടെയൊക്കെ തന്നെ ഈ പ്രതികൾ എത്തിയിട്ടുണ്ട്, പ്രത്യേകിച്ച് ഹുസൈൻ എത്തിയിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഒപ്പം സഞ്ചരിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ, പല ജില്ലകളിലും അദ്ദേഹത്തിന്റെ കൂടെ സഞ്ചരിച്ചിട്ടുണ്ട് എന്നും സമൂഹ മാധ്യമങ്ങൾ പരിശോധിച്ചാൽ വ്യക്തമാവുകയാണ്. മാത്രവുമല്ല, ഈ ടീം വി ഡി സതീശൻ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്ന് തന്നെയാണ് ഹുസൈന്റെ സോഷ്യൽ മീഡിയയിൽ അടക്കം രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാത്രവുമല്ല, യാത്രയിലും അതോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിലും ഒക്കെ തന്നെ സജീവമായി വി ഡി സതീശനൊപ്പം അദ്ദേഹത്തിന്റെ വീഡിയോകളും റീലുകളും അത്തരത്തിൽ എടുത്തുകൊണ്ട് അത്തരത്തിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രചാരണം നടത്തുന്ന അദ്ദേഹത്തിന്റെ ടീമിലെ ഒരു അംഗമായി പ്രവർത്തിക്കുന്ന ആൾ കൂടിയാണ് ഹുസൈൻ എന്നും കൂടി വ്യക്തമാവുകയാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഈ നിമിഷം വരെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രതികരിച്ചിട്ടില്ല, അത്തരത്തിൽ നിഷേധിച്ചിട്ടില്ല, തള്ളിപ്പറഞ്ഞിട്ടില്ല. ഹുസൈനുമായി ബന്ധമില്ല എന്നുപോലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ നിമിഷം വരെ തള്ളിപ്പറഞ്ഞിട്ടില്ല. എന്തായാലും പ്രതിഷേധം കനപ്പിക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷ സംഘടനകൾ, പ്രത്യേകിച്ച് CPM-ഉം DYFI-യും. ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി അടുത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ വളരെ ഗുരുതരമായ ഒരു കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. 140 ഗ്രാമോളം MDMA-യുമായി വിൽപ്പനയ്ക്ക് വേണ്ടി കൊണ്ടുപോകുമ്പോഴാണ് ഇവർ പിടിയിലായത്. യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട്, യൂത്ത് കോൺഗ്രസ് നേതാവ് മുഹമ്മദ് ഹുസൈന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളിൽ ഇപ്പോൾ വലിയ പ്രതിഷേധം DYFI-യുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ്. എന്താണ് ബന്ധം മുഖ്യമന്ത്രിയുമായി എന്ന് ചോദിച്ച് മുഖ്യമന്ത്രിയും ഹുസൈനും ഒപ്പമുള്ള ചിത്രം പങ്കുവച്ച ബാനറും ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ DYFI-യുടെ പ്രതിഷേധം. കൊച്ചിയിൽ അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്.